ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ ഒത്തിരി മുഖാന്തരങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് അവകാശമാക്കാൻ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരു ചാനലാണ് പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി നാം കണ്ടെത്തുന്നോ അവരുടെ ജീവിതം വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിക്കുന്നതായി കാണാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് മുഖാന്തരമായ അനുഗ്രഹം പ്രാപിച്ച അനേകം വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് നമ്മുടെ മനോഭാവം അനുസരിച്ചാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം ദൈവഹിതമനുസരിച്ച്, ദൈവവചനമനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണമെന്നില്ല നമ്മുടെ പ്രാർത്ഥന. ദൈവവചനമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഇതുവരെയും ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവവചനമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് ഒരു പ്രാർത്ഥന ഇന്നുവരെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവവചനപ്രകാരം നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് നാം ചിന്തിക്കുകയാണ്. നാം ഇതിനു മുമ്പ് ചിന്തിച്ചത് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ആ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ദൈവം ഉത്തരം നൽകുമെന്ന് നമ്മൾ കാണുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. അവിടെ കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നിൽ വസിക്കണം. അതായത് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വസിക്കുന്ന, യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന, യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരനുഭവം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ ദൈവവുമായിട്ട്, കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ എന്തുമാത്രം ബന്ധമുണ്ട്? ഞാൻ ദൈവത്തിൽ വസിക്കുന്നവനാണ്, ഞാൻ ദൈവത്തോട് കൂടെ വസിക്കുന്നവനാണ്, ഞാൻ യേശുക്രിസ്തുവിൽ വസിക്കുന്നവനാണ് എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കുമോ? നമ്മൾ ലോകത്തിൽ വസിക്കുന്നവനാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച്, ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഈ ലോകം പറയുന്നത് കേട്ട് അതനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച്, യേശുവിൻ്റെ വചനം കേട്ട് ദൈവഹിതത്തിനനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു മനോഭാവം ആ വ്യക്തിയിൽ രൂപപ്പെടുകയാണ്. യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം നൽകുന്നത്. വീണ്ടും കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനം എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം? ദൈവവചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം
1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരാണ് ആ വചനം? കർത്താവായ യേശുക്രിസ്തു. വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെയും വചനം പറയുന്നുണ്ട്, അവന് ദൈവവചനമെന്ന് പേർ വിളിക്കുന്നു. യേശുക്രിസ്തുവിനെ വിളിക്കുന്നൊരു പേരാണ് ദൈവവചനം. ദൈവവചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, പാപത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവഹിതത്തിനനുസരിച്ച്, ദൈവത്തോട് കൂടെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവവചനം വസിക്കുക എന്നുവെച്ചാൽ യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുക. അങ്ങനെ വസിക്കുന്ന, ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനം വസിക്കുന്ന, യേശുക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരനുഭവം ആരുടെ ഹൃദയത്തിലുണ്ടോ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ദൈവം ഉത്തരം നൽകും. യേശു പറയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ദൈവവചനം എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്നിൽ വസിക്കുക എന്നതാണ്. യേശുക്രിസ്തു നമ്മിൽ വസിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും. എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ആകുന്ന വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുന്നത്? വചനം നമ്മിൽ വസിക്കാൻ നാം എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പാലിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. യേശുക്രിസ്തു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. വീണ്ടും യേശു പഠിപ്പിക്കുകയാണ്, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. എന്നിട്ട് വീണ്ടും യേശു കൂട്ടിച്ചേർക്കുകയാണ്, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആരോട് കൂടെ വാസം ചെയ്യുമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്? യേശു പഠിപ്പിക്കുകയാണ്, എൻ്റെ വചനം കേട്ടിട്ട് അത് അനുസരിക്കുന്ന, അങ്ങനെ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് യേശുക്രിസ്തു വസിക്കും. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ സ്നേഹിക്കുക. കാരണം അവൻ്റെ പേര് ദൈവവചനം എന്ന് വിളിക്കപ്പെടുന്നു. യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനം, അവൻ്റെ പേർ ദൈവവചനം എന്നാണ്. അങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ദൈവവചനം അനുസരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കഴിയാത്തതിന് മൂല കാരണം ദൈവവചനത്തോട് നമുക്കൊരു സ്നേഹം ഇല്ല. ദൈവവചനത്തെ ആര് സ്നേഹിക്കുന്നോ ആ വ്യക്തിക്കാണ് ദൈവവചനം അനുസരിക്കാനുള്ള കൃപ ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാനൊരു ആഗ്രഹം, ദൈവത്തിൻ്റെ വചനം കേൾക്കാനൊരു ദാഹം ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. ചിലർ ദൈവവചനത്തെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. ഒരുപക്ഷെ ചിലരത് കേൾക്കുന്നത് യാദർച്ഛികമായിട്ടായിരിക്കാം. കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ടോ കൊതിച്ചതുകൊണ്ടോ ദാഹിച്ചതുകൊണ്ടോ ആയിരിക്കണമെന്നില്ല. യാദർച്ഛികമായിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുക എന്ന്. ആരെല്ലാം ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചിട്ടുണ്ടോ അവരെല്ലാം വചനം അനുസരിക്കുന്ന വ്യക്തിയായി മാറും. അതാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അപ്പോൾ പിതാവായ ദൈവം സ്നേഹിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവാകുന്ന ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഈ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവായ ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെ പിതാവായ ദൈവം ആ വ്യക്തിയെ സ്നേഹിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം അവനോട് കൂടെ വസിക്കുക. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു നമ്മിൽ വസിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അതനുസരിക്കുമ്പോൾ ആരാണോ ദൈവവചനം അനുസരിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ വചനമാകുന്ന ദൈവം വ്യക്തിപരമായി വന്ന് വസിക്കുക. അങ്ങനെയാണെങ്കിൽ
നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനം വായിച്ച്, ആ വായിക്കുന്ന വചനം നമുക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരത്തിൽ വായിച്ച് കേട്ട്, കേൾക്കുന്നത് വിശ്വസിച്ച് ആ വചനം അനുസരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായൊരു ബന്ധമുണ്ടോ? ദൈവവചനവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് പ്രാർത്ഥനയ്ക്ക് ആധികാരികമായിട്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്ന രഹസ്യം. അതായത് ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ വചനവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. യേശു പറയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം, എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ യാചിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം അന്വേഷിച്ച് കണ്ടെത്തണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തണമെന്ന്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്ന, ദൈവത്തിൻ്റെ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ പുസ്തകത്തിൽ നാം അന്വേഷിച്ച് കണ്ടെത്തണം ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തെ, ദൈവവചനത്തെ ആര് അന്വേഷിച്ച് കണ്ടെത്തുന്നോ ആ വ്യക്തി ഒരനുഗ്രഹമായിരിക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കും സ്വർഗത്തിൽ ദൈവം കേൾക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി അത് ഭക്ഷിച്ചിരിക്കുന്നു. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വചനം സ്വീകരിക്കുക എന്നാണ്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ അന്വേഷിച്ച് ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അത് ഭക്ഷിക്കണം. അതായത് വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം അന്വേഷിച്ച് അത് കണ്ടെത്തി അത് കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥനയിൽ വളരാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനാ വീരനായി പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കാൻ ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവവചനവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ദൈവവചനം കണ്ടെത്തി അത് ഭക്ഷിക്കുക, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുക. അത് ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വിശപ്പ് മാറ്റുന്ന ഒന്നാണ്. വീണ്ടും വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഈ വചനം മായമില്ലാത്ത പാലാണ്. അതായത് ഈ വചനം നമ്മുടെ ദാഹം തീർക്കുന്ന മായമില്ലാത്ത പാലാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന, കുടിക്കുന്ന പലതിലും മായമാണ്. എന്നാൽ ഇന്ന് മായമില്ലാത്ത ഒന്നേ ഒന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ മായമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനം, മായമില്ലാത്ത പാലാകുന്ന ദൈവത്തിൻ്റെ വചനം നാം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ദാഹം തീരുകയാണ്. ഇന്ന് മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന വിശപ്പും ദാഹവും എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ വിശപ്പാണോ ആത്മീയമായ വിശപ്പാണോ നമ്മുടെ ഹൃദയത്തിൽ? ഭൗതികമായ ദാഹമാണോ ആത്മീയമായ ദാഹമാണോ നമ്മുടെ ഹൃദയത്തിൽ? നമ്മൾ പരിശോധിക്കുക. ഭൗതികമായ ദാഹവും വിശപ്പുമാണ് നമ്മുടെ ഹൃദയത്തിൽ. നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ല. ഇന്ന് ദൈവജനമെന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന അനേകം വ്യക്തികൾക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ല. അതിന് കാരണം അവരേറ്റവും കൂടുതൽ വിശപ്പും ദാഹവും ഭൗതികമായ ലോകപ്രകാരമുള്ള വിശപ്പും ദാഹവുമാണ്. ഇങ്ങനൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കില്ല. എന്നാൽ നമുക്ക് ദൈവവചനം കേൾക്കാനൊരു ദാഹം, ദൈവവചനം കേട്ടതിൽ വിശ്വസിച്ച് അനുസരിക്കാനുള്ളൊരു ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ദാഹം നമ്മുടെ ആത്മീയമായൊരു ദാഹമാണ്. അത് ദൈവത്തിൻ്റെ വചനവുമായിട്ട്, ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധമാണ്. വചനം കേൾക്കാനുള്ളൊരു വിശപ്പ്,
ഒരു ഭക്ഷണം, ഭൗതികമായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദ്യകരമായി ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഭക്ഷിക്കുന്ന ഒരനുഭവം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ കാലത്ത് 3 ദിവസം യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന ജനങ്ങൾ ഭക്ഷിക്കാതെ, പാനം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ച് അവരുടെ ദാഹം തീർത്ത് പിരിയാൻ നേരത്താണ്, 3 ദിവസവും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് പിരിയാൻ നേരത്താണ് അവർ ഭൗതികമായ ഭക്ഷണത്തിന് വേണ്ടി ചിന്തിച്ചത്. നമ്മൾ തിരിച്ചറിയണം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഭൗതികമായ വിശപ്പും ദാഹവുമാണ് എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ലോകത്തോടായിരിക്കും, ലോകമോഹങ്ങളോടായിരിക്കും. നമ്മൾ പരിശോധിക്കണം, എനിക്ക് ദൈവവുമായിട്ടാണ് ബന്ധം അതോ ലോകവുമായിട്ടാണ് കൂടുതൽ ബന്ധം? ഭൗതികമായ വിശപ്പും ദാഹവുമാണെങ്കിൽ ദൈവത്തെക്കുളുപരി ഞാൻ സ്നേഹിക്കുന്നത് ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് വിശപ്പും ദാഹവും ദൈവത്തിൻ്റെ വചനത്തോടാണ് എങ്കിൽ ദൈവവുമായിട്ടൊരു വ്യക്തിയുമായി ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവചനം ഭക്ഷിച്ച്, ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന, ഉയർച്ച പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം തരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും എൻ്റെ വചനങ്ങളും ആണ് നിന്നെ നിലനിർത്തുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷകാലത്ത് ഒരു ഉപമ പറയുന്നുണ്ട്. പാറമേൽ പണിത ഭവനം. ഉറപ്പുള്ള പാറമേൽ ഒരു ഭവനം പണിതാൽ അത് കാറ്റ് വന്നടിച്ചാലും അത് തിര വന്ന് കയറിയാലും അത് തകർന്നു പോകില്ല. എന്നാൽ മണ്ണിൽ അല്ലെങ്കിൽ മണലിൽ ഒരു ഭവനം സ്ഥാപിച്ചാൽ അത് കാറ്റ് വരുമ്പോൾ, അത് മഴ വരുമ്പോൾ, അത് വെള്ളം അടിച്ചു കയറുമ്പോൾ അത് തകർന്നു പോകും. ഇതിൻ്റെ അർത്ഥം പാറമേൽ ഒരു ഭവനം പണിയുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ഒരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ജീവിതത്തിലേക്ക് എത്രമാത്രം വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ആ വ്യക്തിയുടെ ജീവിതം തകർന്നു പോകില്ല. ഇന്ന് നമ്മൾ പരിശോധിക്കണം, നമ്മൾ ദൈവവചനത്താൽ പണിയപ്പെടുന്ന ഒരു ആത്മീയ ജീവിതമാണോ ക്രിസ്തീയ ജീവിതമാണോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവവചനവുമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ളതാണോ? എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, എൻ്റെ വസ്ത്രധാരണം എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണോ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥത്തിലാണോ, ദൈവവചനപ്രകാരമാണോ നമ്മുടെ ജീവിത ക്രമീകരണം? ഇത് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും ഞാനൊരു ആത്മീയനാണ് എന്ന് പറയുകയും ലോകപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അനേകം പേര്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവകാശം പറയും, ലോകപ്രകാരം ജീവിക്കുന്നവരുമാണ് അനേകം പേര്. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഭൗതികമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരുപക്ഷെ അത് എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ ആത്മീയ ജീവിതം നയിക്കുന്ന, ദൈവവചനവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള, ദൈവവചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ആരെല്ലാം ദൈവവചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം വേഗത്തിൽ ഉത്തരം നൽകിയിട്ടുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ചൊരു വ്യക്തിയാണ്. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പുറപ്പെടുക. ആ ദേശം എവിടെയാണ് ദൈവം പറയുന്നില്ല. അവൻ ചോദിക്കുന്നുമില്ല, കർത്താവേ ദേശം എവിടെയാണ്, അത് കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ, ആ ദേശത്തിൻ്റെ പേരെന്താ, ഒന്നും ചോദിക്കുന്നില്ല. ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് അബ്രഹാം ആരായി മാറി? അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. ദൈവം അബ്രഹാത്തെ അനുഗ്രഹിച്ചു. അബ്രഹാം മുഖാന്തരം ഒരു ജാതി തന്നെ അനുഗ്രഹമായി മാറി. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ ആ വ്യക്തി ഒരു അനുഗ്രഹമായി മാറുകയാണ്.
ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം തരികയാണ്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് മോശ. മോശ ഒരു സാധാരണ വ്യക്തിയായിരുന്നു, എന്നാൽ ഒത്തിരി വൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഒരു വിക്കനായ, കുറ്റബോധത്തിനടിമയായ, ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് ഒളിച്ചിരുന്ന ഈ മോശ ദൈവസ്വരം കേട്ടപ്പോൾ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ച മോശ ആരായി മാറി? മോശ 600,000 ജനത്തെ നയിക്കാൻ തക്കകൊണ്ടൊരു നേതാവായി മാറി. അപ്പോൾ ബലഹീനനായ, വൈകല്യമുള്ള ഒരു സാധാരണ വ്യക്തിയായ മോശയെ ദൈവം ഉയർത്താൻ കാരണം ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അതനുസരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. വീണ്ടും നമുക്ക് പരിശോധിക്കാം, പ്രധാന വചനം പരിശോധിക്കുമ്പോൾ യോശുവ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, എന്നാൽ ദൈവവചനം കേട്ട് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ യോശുവ പറയുന്ന പോലെ പ്രപഞ്ചം അനുസരിക്കാൻ തുടങ്ങി. സൂര്യ നീ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ നിശ്ചലമായി. ചന്ദ്രൻ നീ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ നിശ്ചലമായി. സൂര്യനും ചന്ദ്രനും അനുസരിക്കാൻ തക്കവണ്ണം ഒരു അത്ഭുത മനുഷ്യനായി യോശുവ മാറി. വീണ്ടും ഏലിയാവാരായിരുന്നു? കർത്താവിന്റെ വചനം പറയുന്നു നമുക്ക് സ്വഭാവമുള്ള വ്യക്തിയാണ്, എന്നാൽ ഏലിയാവ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായി മാറി. എന്ന് മുതലാണോ ഏലിയാവ് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഏലിയാവ് പറയുന്നത്, ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. എലീശ, നമുക്കറിയാം, ഏലിയാവ് ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാണ് എലീശ. എന്ന് മുതലാണ് എലീശ ഒരു അത്ഭുതമായി മാറിയത്. ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ എലീശ ഒരു അത്ഭുതമായി മാറി. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അറിയപ്പെടുന്ന എല്ലാ ദൈവ പുരുഷന്മാർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ കാരണം, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകാൻ കാരണം, അവർ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം ഉത്തരം നൽകാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, നാം ദൈവവചനം കേട്ട് അതിൽ വിശ്വസിച്ച് അതനുസരിച്ച് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന അനുഭവത്തിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവമാണ്, ലോകപ്രകാരം ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാപത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്കൊരു വേദനയായി, കണ്ണുനീരായി ജീവിച്ച അനേകം വ്യക്തികൾ ധ്യാനം കൂടാനായിട്ട് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 5 ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടാൻ കടന്നു വരുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഇത് വിശ്വസിച്ച് അനുസരിക്കാൻ തുടങ്ങുന്ന നിമിഷം അവരൊരു അത്ഭുതമായി മാറുകയാണ്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ 13-ാമത്തെ വയസ്സ് മുതൽ മദ്യത്തിന് അടിമയാണ്. മദ്യപാനം മൂലം ജീവിതം നാശത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. ഈ മദ്യപാനത്തിൻ്റെ അടിമ മുഖത്തിൽ തന്നെയാണ് ഈ മനുഷ്യൻ വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചത്. വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞും ഈ അമ്മയെ, ഈ ജീവിത പങ്കാളിയും ഈ മനുഷ്യനെ ഉപേക്ഷിച്ചു പോയി. അവസാനം മറ്റുള്ളവർ നൽകുന്ന സഹായം കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യൻ, വർഷങ്ങളായി മദ്യത്തിന് അടിമപ്പെട്ട മനുഷ്യൻ, പല മരുന്നും കഴിച്ചു, പല ചികിത്സകൾ നടത്തി, എന്നിട്ടൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ മദ്യപാനം നിർത്തും, വീണ്ടും മദ്യപിക്കും. ഇങ്ങനെ ഒരിക്കൽ പോലും ആർക്കും രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ധ്യാനം കൂടാൻ ആ മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കാൻ മനസ്സ് തിരിഞ്ഞ നിമിഷം മുതൽ, കേൾക്കുന്ന വചനം ജീവിതത്തിൽ വിശ്വസിക്കാനും അനുസരിക്കാനും തുടങ്ങിയ നിമിഷം മുതൽ, ഇനി ഒരിക്കലും ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയാൽ സകല പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, ഇന്ന് അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി ജീവിക്കുവാൻ ദൈവം കൃപ നൽകി. ഇങ്ങനെ അനേകം വ്യക്തികൾ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട്, ഒരുപക്ഷെ രോഗത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച്, ഡോക്ടർമാർ കൈവിട്ട്, ഇനി ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതിയ അനേകം വ്യക്തികൾ, അവർ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചിരുന്നപ്പോൾ
ദൈവസന്നിധിയിൽ ഒരുപക്ഷേ സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അവർ ഇരിക്കാം. ദൈവസന്നിധി അനേക പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ, കേൾക്കുന്ന വചനം വിശ്വസിക്കാനും അനുസരിക്കാനും തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ, വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറയുന്നത്, ഒരു നല്ല മരണം പ്രാപിക്കാൻ, ഒരു ആശ്വാസ മരണം പ്രാപിക്കാൻ കൊണ്ടുവന്ന് കിടത്തിയ രോഗികൾ പോലും ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് ഇന്ന് വർഷങ്ങളായി മരിക്കാതെ മരണത്തെ ജയിച്ച് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണത തികച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ, ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാൻ ഒരു മുഖാന്തരമാണ് ദൈവവചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടതിൽ വിശ്വസിച്ച് അനുസരിച്ച് ദൈവവചനപ്രകാരം ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണോ, ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നത്. നമുക്ക് ഇന്ന് മറ്റനേക കാര്യങ്ങൾക്ക് സമയമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ കേൾക്കുന്ന വചനം വിശ്വസിച്ച് അനുസരിക്കാനോ നമുക്ക് ഇന്ന് മനസ്സില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. ഇനി മുതൽ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനം കേട്ട് ഈ വചനം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. ആ വലിയ ബോധ്യത്തോടെ ഈ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കാം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടതിൽ വിശ്വസിച്ച് അനുസരിച്ച് ദൈവവചനം ഭക്ഷിച്ച് ദൈവവചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ അഭിവൃദ്ധിയും ഉയർച്ചയും പ്രാപിക്കും. ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കും. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് ദൈവവചനത്തിന് മുന്നിൽ തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ദൈവമേ, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള മുഖാന്തരമാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ നീ കൃപ നൽകിയല്ലോ. ഞങ്ങൾ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. കർത്താവായ യേശുവേ, അവിടുത്തെ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, വചനമാകുന്ന യേശുവേ അങ്ങേ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് വചനം കേട്ടതിൽ വിശ്വസിച്ച് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനമനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവഹിതത്തിനനുസരിച്ച്, ദൈവവചനമനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി, പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതിൽ വിശ്വസിച്ച് അനുസരിച്ച് പാപ, ശാപ, രോഗ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.